ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പ്രതിരോധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന വാർത്തയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 114 റഫേൽ ഫ്രാൻസിൽ നിന്ന് വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൻ്റെ അപ്രൂവലിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്കാൽപ്പ് ക്രൂയിസ് മിസൈല്, അതും ഫ്രാൻസിൽ നിന്നാണ്. അതുപോലെ തന്നെ P-8I മാരിടൈം സർവലൻസ് എയർക്രാഫ്റ്റ് US നിന്ന് ഈ പറഞ്ഞ വെപ്പൺസ് ഒക്കെ തന്നെ നമ്മൾ വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രി അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അതായത് നമ്മുടെ പ്രതിരോധ മന്ത്രി ചെയർ ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് ബോഡിയാണത്. കാരണം നമ്മുടെ എല്ലാ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട മൂന്ന് സേനയിലായാലും കോസ്റ്റ് ഗാർഡിലായാലും BSF എവിടുത്തെ എല്ലാ മേഖലകളിലും പ്രതിരോധ മേഖലകളിലെല്ലാം തന്നെ അതായത് ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള എല്ലാ സൈനിക മേഖലകളിലും നമ്മൾ ഈ പറഞ്ഞ ആയുധങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് അതിൻ്റെ ഫൈനൽ അപ്രൂവൽ ഡിഫൻസ് മിനിസ്ട്രിയുടെ അപ്രൂവൽ എന്നാണ്. നമുക്ക് ഡിഫൻസ് മിനിസ്ട്രിക്കകത്തുള്ളതാണ്. ഡിഫൻസ് മിനിസ്റ്ററാണ് അത് ചെയർ ചെയ്യുന്നത്. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ബോഡിയാണ്. അതിനുശേഷം അത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി CCSലേക്ക് പോകും. അത് പ്രധാനമന്ത്രിയാണ് ചെയർ ചെയ്യുന്നത്. അവിടെയാണ് ഫൈനൽ ഡിസിഷനെ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാം എടുക്കുന്നത്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ. അപ്പോൾ ഈ പ്രതിരോധ മന്ത്രാലയം അതിന് അപ്രൂവൽ കൊടുത്താൽ മാത്രമേ പിന്നീട് അത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള CCS അല്ലെങ്കിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അതിന് ഫൈനലായിട്ടുള്ള അപ്രൂവൽ കൊടുക്കുകയും അത് നമ്മൾ പിന്നീട് ഡീലായിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന പിന്നെയും പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ തന്നെയും കഴിഞ്ഞ ദിവസം ഈ സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം നമ്മുടെ പ്രതിരോധ മന്ത്രാലയം എടുത്തിരുന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ S-400 റഷ്യയിൽ നിന്ന് ഏറ്റവും ലോകത്ത് നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെപ്പൺ സിസ്റ്റമായിട്ട് കരുതുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അപ്പോൾ അത് ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ നമ്മൾ വ്യാപകമായി വളരെ ഫലവത്തായിട്ട് എഫക്റ്റീവായിട്ടൊക്കെ നമുക്കത് ഉപയോഗിക്കാനും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ അറ്റാക്കിനെയൊക്കെ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാനും കൗണ്ടർ ചെയ്യാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള S-400 നമ്മൾ ഒരു 10,000 കോടി രൂപയുടെ S-400 മിസൈൽസ് വാങ്ങിക്കാനുള്ള അപ്രൂവൽ ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 288 റഷ്യൻ മെയ്ഡ് S-400 മിസൈൽസ് എയർ ഡിഫൻസ് സിസ്റ്റമാണത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മിസൈൽ ഡിഫൻസ് കേപ്പബിലിറ്റിയെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പ്രയോജനപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. റീജിയണൽ ത്രെറ്റ്സ് എന്ന് പറയുമ്പോൾ ചൈനയുടെ ഭാഗത്തുനിന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും പിന്നെ ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ത്രെഡ്സിനെ നമുക്ക് വളരെ എന്താണ് പറയുന്നത് സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ സ്കൈയെ നമ്മുടെ ആകാശത്തെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്കതിനെ ഈ ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള ഈ എയർബോൺ അറ്റാക്സ് എന്ന് പറയുമ്പോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആകാം, മിസൈൽ, റോക്കറ്റ്സ്, ഡ്രോൺസ്, അൺമാൻഡ് എയർ വെഹിക്കിൾസ്, ഇതുപോലുള്ള എന്തുമാകാം. അപ്പോൾ ഈ പറഞ്ഞ അറ്റാക്കുകളൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് എന്താ പറയുന്നത് ന്യൂട്രലൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനും ഒക്കെ തന്നെ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് നിലവിൽ നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു അപ്പോൾ അത് നമ്മൾ നേടിയെടുക്കുന്നതിന് നമുക്ക് റഷ്യയിൽ നിന്നുള്ള S-400 ആണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡീലിൽ ഈ 288 റഷ്യൻ മിസൈൽ നമ്മൾ വാങ്ങിക്കാൻ പോവുകയാണ്. അതിനകത്തിൽ 120 ഷോർട്ട് റേഞ്ച് മിസൈലും 128 ലോങ് റേഞ്ച് മിസൈലും ഉണ്ട്. അത് ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്. അതായത് അതുകൂടാതെ തന്നെ 2 അഡീഷണൽ ആയിട്ടുള്ള S-400 എയർ ഡിഫൻസ് സിസ്റ്റവും നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ഇത് ഓൾറെഡി നമുക്കുള്ളതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ 120 ഷോർട്ട് റേഞ്ച് മിസൈലും 168 ലോങ് റേഞ്ച് മിസൈലും നമ്മളിപ്പോൾ വാങ്ങിക്കുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മളിത് വ്യാപകമായിട്ട് അല്ലെങ്കിൽ വളരെ കൂടുതൽ തോതിൽ നമ്മളിത് ഉപയോഗിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ നമുക്ക് ആ സ്റ്റോക്കിനെ നമുക്ക് റീപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റ്സിൻ്റെയും പൈപ്പ് ലൈൻസിൻ്റെയൊക്കെ അറ്റാക്കിനെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള റിപ്പോർട്ടും പ്രകാരം നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിനും ആർമിക്കും ഒക്കെ തന്നെ ഏകദേശം 5 മുതൽ 6 വരെ ഫൈറ്റർ എയർക്രാഫ്റ്റ് അതുപോലെ തന്നെ അവരുടെ റെക്കണൈസൻസ് പ്ലെയിനെ നമുക്ക് 300 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് തന്നെ നമുക്കതിനെ ട്രാക്ക് ചെയ്ത് പിന്നെ ആ, അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചു എന്നാണ് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ സേന
യുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടിൽ അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഗെയിം ചേഞ്ചറായിരുന്നു. കാരണം ലോക മിലിറ്ററിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഗെയിം ചേഞ്ചറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ S-400 മിസൈൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇത് വാങ്ങിക്കുന്നത് എന്നുള്ളത് ആണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതായത് നമ്മൾ ഈ പറഞ്ഞ 400 കിലോമീറ്റർ, 200 കിലോമീറ്റർ, 150-40 കിലോമീറ്റർ എന്നൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള റേഞ്ചിലുള്ള ഈ മിസൈൽസ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ എക്സ്റ്റൻസീവ് ആയിട്ട് അല്ലെങ്കിൽ വളരെ എന്താണ് വളരെയധികം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും വളരെ എന്താണ് പറയുന്നത് നമുക്ക് അവരുടെ ഈ ഡ്രോണുകളും ടർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ അവർക്ക് ലഭിച്ചിട്ടുള്ള ഡ്രോണുകളുടെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്കുകൾ നമുക്കെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം നമുക്ക് പൂർവാധികം ഏഹ്, എന്താ പറയുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് വിജയകരമായിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാനും പ്രതിരോധിക്കാനും നമുക്ക് സാധിച്ചത് ഈ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം നമുക്കുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഫൈറ്റർ ജെറ്റ്സും അതുപോലെ തന്നെ അവരുടെ എയർലി വാണിംഗ് ഇൻ്റലിജൻസ് എയർക്രാഫ്റ്റിനെ ആംഡ് ഡ്രോൺസിനെയൊക്കെ തന്നെ നമുക്ക് പ്രതിരോധിക്കാൻ നമുക്ക് കപ്പാസിറ്റി തന്നത് അല്ലെങ്കിൽ നമുക്ക് അതിന് കഴിഞ്ഞത് ഈ പറഞ്ഞ S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റം നമുക്കുള്ളതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചത് വളരെ എന്താണ് പറയുന്നത് നം ഒരു ബാക്കിയുള്ള ആയുധങ്ങൾ നമ്മളിപ്പോൾ യുദ്ധമില്ലാത്ത സമയത്ത് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ടെങ്കിലും നമുക്കതിൻ്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി നമുക്ക് അറിയത്തില്ല. കാരണം അത് ഒരു റിയൽ വാറിൽ ഇല്ലേ പ്രായോഗികമായിട്ടുള്ള തലത്തിൽ ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ ഇത് എത്രത്തോളം വിജയകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഉപയോഗങ്ങളും പ്രയോജനങ്ങളും അല്ലെങ്കിൽ സക്സസ് റേറ്റും ഒക്കെ തന്നെ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് പാകിസ്ഥാൻ പഹൽഗാം സമ്മാനിച്ചതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടെ നമുക്ക് ഈ പറഞ്ഞ നമ്മളുടെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആയുധങ്ങൾക്കൊപ്പം തന്നെ ഈ പറഞ്ഞ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള S-400 അതുപോലെ ഇസ്രായേലിൽ നിന്നുള്ള മറ്റു പല വെപ്പൺ സിസ്റ്റം ഒക്കെ തന്നെ നമുക്ക് വളരെ ഫലവത്തായിട്ട് പാകിസ്ഥാനെതിരെ നമുക്ക് ഡിപ്ലോയ് ചെയ്യാനും അത് 100% ആക്യുറസിയിലും എഫിഷ്യൻസിയിലും ഒക്കെ തന്നെ നമുക്കതിനെ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് ഈ പറഞ്ഞ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് എന്താണ് നമുക്ക് സാധ്യമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇന്ത്യക്ക് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള അതായത് അവരുടെ പഞ്ചാബ് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യയാണല്ലോ പഞ്ചാബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ത്യക്ക് ഈ ഒരു പാകിസ്ഥാൻ്റെ ഒരു വൈഡ് ബോഡിഡ് എയർക്രാഫ്റ്റ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 314 കിലോമീറ്റർ ഡിസ്റ്റൻസിനപ്പുറം വെച്ചിട്ട് അതായത് ഈ S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ലോങ് റേഞ്ച് മിസൈൽ ഉപയോഗിച്ച് നമുക്ക് അവരുടെ വൈഡ് ബോഡിഡ് എയർക്രാഫ്റ്റ് മിലിറ്ററി എയർക്രാഫ്റ്റിനെ നമുക്ക് തീർച്ചയായിട്ടും കൗണ്ടർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കതിനെ അറ്റാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാകിസ്ഥാനെ പിന്നെ അതായത് പ്രേരിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓപ്പറേഷണൽ എയർക്രാഫ്റ്റ് മിക്കവാറും മോസ്റ്റ് ഓഫ് ദി ഓപ്പറേഷണൽ എയർക്രാഫ്റ്റ് എല്ലാം തന്നെ അവരുടെ പടിഞ്ഞാറൻ ഏരിയയിലേക്ക് അതായത് അഫ്ഗാനിസ്ഥാനും ഇറാനും ന്റെ അതിർത്തി അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് അവരതിനെ എന്ത് ചെയ്തു റീപൊസിഷൻ ചെയ്തു. കാരണം ഇന്ത്യയിൽ നിന്നുള്ള അറ്റാക്കിനെ ഭയന്നു. അപ്പം അതുകൊണ്ട് ഇന്ത്യക്ക് വീണ്ടും അവരുടെ ലാഹോറിലും റാവൽപിണ്ടിയിലും സിലാക്കോട്ടിലും അതുപോലെ തന്നെ പസ്രൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെയുള്ള അവരുടെ റഡാർ ഇൻസ്റ്റലേഷനെയൊക്കെ തന്നെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാകിസ്ഥാൻ്റെ ഈ എയർഫോഴ്സിനെ ഇനാക്റ്റീവ് ആകുവാൻ എന്നുവെച്ചാൽ കാരണം ഈ റഡാറും ഇതൊക്കെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എയർബേസും റഡാർ സിസ്റ്റങ്ങളും ഒക്കെ തന്നെ നമുക്ക് എന്നുവെച്ചാൽ ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ഒക്കെ തന്നെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു സേന ഇനാക്റ്റീവ് ആകും. അപ്പോൾ ഇനാക്റ്റീവ് ആകും എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കതിന് സാധിച്ചത് ഈ പറഞ്ഞ S-400 നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ ആദംപൂരും ഭുജ് സെക്ടറിലൊക്കെയുള്ള S-400 മിസൈൽ സിസ്റ്റം അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റം നമുക്ക് പാകിസ്ഥാനെതിരെ ഉപയോഗിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ മിലിറ്ററി ഹിസ്റ്ററിയിൽ വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് അല്ലെങ്കിൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. കാരണം ഇത്രയും ദൂരത്ത് നിന്നുണ്ട് ഏകദേശം 300 കിലോമീറ്ററിന് മുകളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 300 കിലോമീറ്റർ
ഏഹ്, അപ്പുറത്ത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കെതിരെയുള്ള ത്രെട്ടിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ ലോക്ക് ചെയ്യാനും നമുക്ക് ടാർഗറ്റ് ചെയ്യാനും നമുക്കതിനെ ന്യൂട്രലൈസ് ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേടാൻ കഴിഞ്ഞ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് ഈ S-400 ഏറ്റവും എന്താണ് പറയുന്നത് മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു മേന്മ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളെ ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ നമുക്ക് വളരെ ഗുണകരമായി ഇങ്ങനെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചത് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇപ്പം ഈ 10,000 കോടി രൂപ കൊടുത്ത് നമ്മൾ S-400 മിസൈൽ ഇപ്പോൾ വാങ്ങിക്കുന്നത് നമ്മൾ അന്ന് ഉപയോഗിച്ചതിന് പകരമായിട്ട് നമ്മുടെ ആ സ്റ്റോക്കിനെ റീപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ രണ്ട് അഡീഷണൽ ആയിട്ടുള്ള S-400 നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. രണ്ട് S-400 അഡീഷണൽ സിസ്റ്റവും നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അത് എപ്പോൾ നമുക്ക് ലഭ്യമാകുമെന്നുള്ളത് ഇനിയും അത് കാരണം റഷ്യ ഇപ്പോൾ നമുക്കറിയാം ആദ്യത്തെ നമ്മളുടെ ആ എഗ്രിമെൻ്റ് അനുസരിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള എനിക്കൊന്ന് 5 പിന്നെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആണെന്ന് തോന്നുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അതിൽ 3 എണ്ണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ഇനി 2 ലഭിക്കാനുണ്ട്. ഈ വർഷം തന്നെ അവർ അടുത്തത് ഡെലിവറി ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അഡീഷണൽ ആയിട്ടുള്ള 2 കൂടെ നമുക്കിനി ഒരുപക്ഷെ ലഭിക്കും. പക്ഷേ എത്രയും വേഗത്തിൽ നമുക്ക് ലഭിക്കും നമുക്കറിയത്തില്ല. അത് ഉം, കാത്തിരിക്കേണ്ടി വരും നമുക്ക് കുറച്ചുകൂടെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഉം, എന്താണ് പറയുന്നത്, ഇന്ത്യയുടെ സേനയെ ശക്തമാക്കാനും നമ്മളുടെ സ്കൈ എന്ന് പറഞ്ഞാൽ നമുക്കത് ശത്രുവിൻ്റെ ഭാഗത്തുനിന്നും വരുന്ന അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എയർബോൺ എന്ന് നമ്മൾ പറഞ്ഞത്. കാരണം ഉം, വ്യോമ ആക്രമണമാണല്ലോ തീർച്ചയായിട്ടും. മിസൈൽ ആയാലും റോക്കറ്റ് ആയാലും ഡ്രോൺ ആയാലും ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബോമേഴ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ എയർബോൺ അറ്റാക്കുകളാണ്, വ്യോമ ആക്രമണങ്ങളാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് വ്യോമാക്രമണ വ്യോമാക്രമണത്തെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി ഈ പറഞ്ഞ വ്യോമ പ്രതിരോധ സംവിധാനം തന്നെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ഇത്രയും ദൂരത്ത് നിന്നുകൊണ്ട് നമുക്കിതിനെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു അറ്റാക്കിനെ നമുക്ക് ഏം, നിർവചിക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്കതിനെ ടാർഗറ്റ് ചെയ്യാനും ലോക്ക് ചെയ്യാനും ഒക്കെ തന്നെ സാധിച്ചു എന്നുള്ളത് ഈ സിസ്റ്റത്തിൻ്റെ പിന്നെ എന്താണ് പ്രൂവൺ എബിലിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസിയാണ് അത് വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ സ്വന്തമായിട്ട് ഇന്ത്യ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം നമ്മൾ നിർമ്മിക്കുവാൻ അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ അതിൻ്റെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സുദർശന ചക്ര എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നമുക്കറിയാം ഇപ്പം ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിലും സ്റ്റെൽത്തിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ അഡ്വാൻസ്ഡ് മൾട്ടി ഇല്ല AMCA അഡ്വാൻസ്ഡ് മൾട്ടി കോമ്പാറ്റ് എയർക്രാഫ്റ്റിൻ്റെ എന്താണ് പറയുന്നത്, അത് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള യാത്രയും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സാധിച്ചെടുക്കുവാൻ കഴിയില്ല. കാരണം അറിയാം ഇതുപോലുള്ള മേഖലകളിലൊന്നും തന്നെ നമുക്ക് ഈസി പാത്തൊന്നുമില്ല അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. കാരണം അതിനൊക്കെ നമുക്ക് ഒരു പക്ഷേ ഒരു ദശാബ്ദത്തിൽ കൂടുതലായിട്ടൊക്കെ നമുക്ക് ഇതിനകത്തിൽ കഠിനാധ്വാനം ചെയ്യുകയും അല്ലെങ്കിൽ ഒത്തിരി നമുക്ക് എന്താണ് പറയുക ഹാർഡ് വർക്ക് ചെയ്താലൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചീവ്മെൻറ്റ് മാത്രമാണ്. പക്ഷേ ഇന്ത്യ അതിൻ്റെയൊക്കെ എന്താണ് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ സ്വന്തമായിട്ട് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഇതിനെ സുദർശന ചക്രമാണ് പേരിട്ടിരിക്കുന്നത്. അതിനെ പറഞ്ഞിരിക്കുന്നത് IADWS എന്നാണ്, അല്ലെങ്കിൽ സുദർശന ചക്ര സിസ്റ്റം എന്ന് പറയും. അത് മൾട്ടി ലെയർ, ഇതിനെക്കുറിച്ചും നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്കാണ് അത്. ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ, അഡ്വാൻസ്ഡ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈൽ, പിന്നെ ഹൈ പവർ ലേസർ ബേസ്ഡ് ഡയറക്റ്റഡ് എനർജി വെപ്പൺസ്. ഇതെല്ലാം അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ചില എന്താണ് പറയുന്നത് ഡീറ്റെയിൽസ് ആണ്. അപ്പം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ആധികാരികമായിട്ട് അറിയില്ല. അത് ത്രീ ലെയർ എന്ന് പറഞ്ഞാൽ 3 ലെയർ ആയിട്ടുള്ളൊരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ഷോർട്ട് റേഞ്ച്, മീഡിയം റേഞ്ച്, ലോങ് റേഞ്ച് എന്ന് ഉൾപ്പെടുന്ന 3 ലെയറിലായിരിക്കും അത് നിർമ്മിക്കപ്പെടുന്നത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യപ്പെടുന്നത് പറഞ്ഞാൽ. അപ്പോൾ 2035 ആകുമ്പോഴത്തേക്കും നമ്മളുടെ സേനയിൽ അതിനെ ഇൻഡക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ്
നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2035 എന്ന് പറയുമ്പോൾ ഇനി ഏകദേശം ഒരു 9 വർഷം കൂടെ നമുക്കതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും. 9 വർഷമല്ല, അത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പരിപാടികൾ, പ്രോജക്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും 10 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ നമുക്ക് ഈ പ്രോജക്റ്റിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മളത് സക്സസ്ഫുള്ളായിട്ട് നമുക്ക് സക്സസ്ഫുൾ ആകും. പക്ഷേ നമുക്ക് ചിലപ്പോൾ ആ, നമുക്കറിയാം ഇന്ത്യ നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. പല പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഈ പറഞ്ഞ വെപ്പൺ സിസ്റ്റം ഒന്നും തന്നെ നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല. അന്താരാഷ്ട്ര തലത്തിലും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആഭ്യന്തരമായിട്ടും ഒക്കെ തന്നെ. ആഭ്യന്തരം മീൻസ് നമുക്ക് അതിനൊക്കെ ഒത്തിരി പിന്നെ ലിമിറ്റ് എന്താണ്, ഒത്തിരി നമുക്ക് ലിമിറ്റ് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ടെക്നോളജി കാര്യത്തിലായാലും ഇപ്പം നമുക്കറിയാം, തേജസ് എന്ന് പറയുന്ന വിമാനത്തിൻ്റെ, ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റിൻ്റെ പിന്നെ നിർമ്മാണവും മാനുഫാക്ചറിങ്ങും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അത് നിർമ്മിച്ച് പൂർണ്ണമായിട്ടും എയർഫോഴ്സിന് കൊടുക്കാൻ ആ, എടുക്കുന്ന ടൈം ഗ്യാപ്പും അല്ലെങ്കിൽ ടൈം ഡിലേ ഒക്കെ തന്നെ വലിയ പ്രശ്നമാണ്. അപ്പം ഇന്ത്യയിൽ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിന് നമുക്ക് കുറേ അധികം കാലം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഒരു അതിനോട് നമുക്ക് എന്താണ് പറയുന്നത്, അതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യം കൂടാണ്. കാരണം നമുക്ക് സ്പേസിലൊക്കെ തന്നെ ഇല്ല, സ്പേസിലൊക്കെ തന്നെ ഏറ്റവും മേജറായിട്ടുള്ളൊരു പവറായി നമുക്ക് മാറാമെങ്കിൽ, അല്ലേ, സ്പേസ് ടെക്നോളജിയൊക്കെ നമ്മൾ മറ്റു രാജ്യങ്ങളെ പോലൊക്കെ തന്നെ ഏകദേശം, അല്ലേ, വൻപിച്ച നേട്ടങ്ങൾ നമ്മൾ നേടി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്പേസ് ടെക്നോളജി നമ്മുടെ ഇത്രയും എന്താ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ അതിൽ കൂടുതൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ മിലിറ്ററി അല്ലെങ്കിൽ പ്രതിരോധ മേഖലയ്ക്ക് ഇത്രയും കൂടുതൽ ശക്തി ലഭിക്കുവാനും, അല്ലെങ്കിൽ കാരണം എല്ലാ രാജ്യങ്ങളും അവരുടെ സ്പേസ് എന്തിനാണ് അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ സ്പേസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്നത്. എല്ലാ രാജ്യങ്ങളും എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള US ആയാലും അവരുടെ മിലിറ്ററി പവർ, റഷ്യയുടെ മിലിറ്ററി പവർ ആയാലും ചൈനയുടെ ആയാലും ഈവൻ മറ്റ് സ്പേസ് സെക്ടർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ മിലിറ്ററി പർപ്പസിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും അത് ഉപയോഗിക്കുന്നതല്ല. സിവിലിയൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ സിവിലിയൻ പർപ്പസ് മീൻസ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ സ്പേസ് ടെക്നോളജിയുടെ അടിസ്ഥാനത്തിലാണ്. മൊബൈൽ ടെക്നോളജീസ്, മൊബൈൽ ഫോണിൻ്റെ കമ്മ്യൂണിക്കേഷനൊക്കെ തന്നെ. ഓക്കെ. അപ്പോൾ ഇന്ത്യക്കും നമ്മുടെ സ്പേസ് ടെക്നോളജി, നമ്മുടെ ISRO ഒക്കെ തന്നെ ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നേട്ടങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രതിരോധ മേഖലയ്ക്കും ഏറ്റവും കൂടുതൽ ശക്തി പകരുകയും അല്ലെങ്കിൽ ഊർജ്ജം പകരുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തിന് തീർച്ചയായിട്ടും ഇതുപോലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ പ്രയാസം ഇല്ല. പക്ഷേ അത് ടൈം എടുക്കും എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ അതിനകത്തിൽ. അപ്പോൾ ഈ പറഞ്ഞ ഒരു നമ്മൾ തദ്ദേശീയമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന സുദർശന ചക്ര സിസ്റ്റം, അതിൻ്റെ പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. 2035 ഒരുപക്ഷെ AMCയുടെയും ടൈം ലൈൻ അങ്ങനെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 2035 നമുക്കതിനെ സേനയ്ക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിൽ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് റിലയൻസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. എന്നുവെച്ചാൽ സെൽഫ് റിലയൻസിനെ നമുക്ക് സ്വയം പര്യാപ്തത നമ്മൾ നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പല ചലഞ്ചസ് ഉണ്ട് ഇതുമായിട്ട്. ഇപ്പോൾ നമ്മൾ ഈ മറ്റു രാജ്യങ്ങൾ, ഇപ്പോൾ റഷ്യ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണെങ്കിലും, ഫ്രാൻസ് നമ്മുടെ ഏറ്റവും ഈ പറഞ്ഞ കാര്യങ്ങളിൽ സുഹൃത്ത് രാജ്യമാണെങ്കിൽ തന്നെയും നമ്മൾ വിദേശ രാജ്യമാണ്, ഒരു ഫോറിൻ രാജ്യമാണ്. അതിൻ്റെ ആയിട്ടുള്ള ചലഞ്ചസ് നമുക്ക് എപ്പോഴും ഉണ്ട്. കാരണം നമ്മൾ അവരുടെ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തിൽ ഒത്തിരി നെഗോസിയേഷൻസും ബാർഗെയിൻസും എന്താണ് പറയുന്നത്, ചർച്ചകളും ഒക്കെ തന്നെ ഉണ്ടാകും. അതിനൊക്കെ ഒത്തിരി സമയം നമുക്ക് പാഴാക്കേണ്ടി വരും. അപ്പം നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ രാജ്യത്തുള്ളൊരു സാധനമാണെങ്കിൽ അതിന് ഇത്രയൊന്നും സമയം നമുക്ക് ചെലവഴിക്കേണ്ടി വരത്തില്ല, റിസോഴ്സും നമുക്ക് അത്രയും പോകത്തില്ല. ഇല്ലേ, ഫോറിൻ രാജ്യങ്ങൾ പറയുന്ന ഇപ്പോൾ ഫൈറ്റർ ക്രാഫ്റ്റ് റഫേൽ, ഫ്രാൻസ് പറയുന്ന ഒരു പ്രൈസ് അല്ലെങ്കിൽ അത് ഫ്രാൻസിൽ നിന്നൊരു വിലയിൽ നമുക്കതിനെ ഏം, തീർച്ചയായിട്ടും അവർ നമുക്ക് ഓഫർ ചെയ്യുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അവർ തീർച്ചയായിട്ടും അതിൻ്റെ, ഇപ്പോൾ ഫ്രാൻസ് റഫേൽ ഞാൻ നേരത്തെ പറഞ്ഞാണ്. ഇപ്പോൾ ഒരു രാജ്യം ഇപ്പോൾ S-400 റഷ്യ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഇപ്പോൾ ഇന്ത്യക്കായാലും ചൈനയ്ക്കായാലും അവരത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന് അവർ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒറിജിനൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തി കൊടുക്കാറില്ല ഒരു രാജ്യവും, എത്ര സൗഹൃദമായിട്ടുള്ള രാജ്യമാണെങ്കിൽ തന്നെയും. ഓക്കെ. ഒരുപക്ഷെ അമേരിക്ക ഇസ്രായേലിന് കൊടുക്കുന്ന ആയുധങ്ങൾ
അതിന് ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് എന്ന് പറയും, QME. ഇപ്പം ഇസ്രായേലിന് F-35 കൊടുക്കുന്നു, സൗദിക്കോ അല്ലെങ്കിൽ UAEക്കോ ഈവൻ ടർക്കിക്കോ ഒക്കെ അത് അമേരിക്ക കൊടുക്കുകയാണെങ്കിൽ ഉം, രണ്ട് കാരണം: ഒന്ന്, അമേരിക്ക ഉപയോഗിക്കുന്നതായ ഫീച്ചേഴ്സ് ഒന്നും തീർച്ചയായും കൊടുക്കത്തില്ല; രണ്ട്, ഇസ്രായേലിനും കൊടുത്തിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പിന്നെ ഫീച്ചേഴ്സ്, ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഒന്നും തന്നെ ഈ പറഞ്ഞ വെപ്പൺസ്, ഈ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയാലും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മിസൈൽ സിസ്റ്റമോ ഡിഫൻസ് സിസ്റ്റമോ ഒക്കെ ആണെങ്കിൽ തന്നെയും സൗദിക്കോ യു എക്കൊക്കെ അമേരിക്ക കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു ഫുൾ വേർഷൻ ആയിരിക്കത്തില്ല, അതിൻ്റെ ഡയലൂട്ടഡ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്നത്, മറ്റു രാജ്യങ്ങളിൽ നമ്മൾ ആയുധങ്ങൾ വാങ്ങിക്കുമ്പോൾ ഫ്രാൻസിൽ നിന്നായാലും റഷ്യയിൽ നിന്നൊക്കെ ആയാലും തന്നെയും അവരുടെ ഒറിജിനൽ ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കത്തില്ല നമുക്ക് തരുന്നത്. അവരുടെ എക്സ്പോർട്ട് വേർഷൻ എന്നൊക്കെ പറയും. കാരണം എന്തായാലും രണ്ട് രാജ്യങ്ങളാണ്, വ്യത്യസ്തമായിട്ട് രണ്ട് രാജ്യങ്ങളാണ്. അത് പൂർണ്ണമായിട്ടും അതിൻ്റെ ഏഹ്, പൂർണ്ണമായിട്ടുള്ള അളവിൽ ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങൾ കൊടുത്തില്ല. അപ്പോൾ ഇന്ത്യക്ക് ലഭിക്കുന്നത് അതിനകത്തിൽ അല്പം വേരിയേഷൻ ഉള്ള സിസ്റ്റംസ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ടെക്നോളജി ആയിരിക്കും നമുക്ക്. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചലഞ്ചസ് ഉണ്ട് നമുക്ക്. പിന്നെ നമുക്ക് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെയൊക്കെ നമുക്ക് സ്പെയറും പാർട്സും കമ്പോണൻസും റിപ്പയറും മെയിൻ്റനൻസും ഒക്കെ തന്നെ നമുക്ക് ഒത്തിരി കോസ്റ്റുകൾ ഉണ്ടാക്കി വെക്കുന്ന കാര്യങ്ങളായതുകൊണ്ട്. പിന്നെ ജിയോ പൊളിറ്റിക്സിലെ മാറ്റങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സെറ്റ് ബാക്ക് ഉണ്ടാണെങ്കിൽ ഒരുപക്ഷെ ഈ മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷനും എല്ലാം തന്നെ സപ്ലൈ ചെയിനും എല്ലാം കൊളാപ്സ് ആയി കഴിഞ്ഞാൽ നമ്മളിതും ചുമ്മാ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുക എന്നല്ല, നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചലഞ്ചസ് ജിയോ പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് എപ്പോഴും ഡിസൈറബിൾ അല്ല. നമുക്ക് അത് ഈ ഇന്ത്യയെ സംബന്ധിച്ച് മുന്നോട്ട് ഇത് നമുക്ക് തുടർന്നുകൊണ്ട് പോകുവാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരി മേഖലകളിലൊക്കെ തന്നെ നമ്മൾ സ്വയം എന്താണ് പര്യാപ്തത നേടുകയും മറ്റു പല കാര്യങ്ങളിൽ ഇതുപോലുള്ള മേഖലകളിലൊക്കെ തന്നെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള ഏരിയസിലൊക്കെ തന്നെ നമ്മൾ ഈ പറഞ്ഞ സ്വന്തമായി വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള പ്രയാണത്തിലാണ്. അത് ഇന്ത്യയെ സക്സസ്ഫുൾ ആക്കും, പക്ഷേ നമുക്ക് വി ഹാവ് ടു വെയിറ്റ് എന്നുള്ളതാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ചലഞ്ചസ് എല്ലാം ഒഴിവാക്കാൻ സാധിക്കും, ഈ പറഞ്ഞ സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ സ്വയം പര്യാപ്തത നമ്മൾ നേടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ S-400 പോലെ അല്ലെങ്കിൽ അതിനേക്കാളും ടെക്നോളജിക്കൽ സുപ്പീരിയറിറ്റി ഉള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം. കാരണം ടെക്നോളജി മാറില്ല. ടെക്നോളജി മാറുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ലഭ്യമാകുന്ന ടെക്നോളജി ആയിരിക്കത്തില്ല 10 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിന് മുന്നോട്ട് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടെക്നോളജി മാറുമ്പം ഇന്നത്തേനേക്കാളും കൂടുതൽ ടെക്നോളജിക്കൽ സുപ്പീരിയറിറ്റി എന്തുവരും അന്നത്തെ പ്രോഡക്ട്സിന് അല്ലെങ്കിൽ മിലിറ്ററി സിസ്റ്റം, വെപ്പൺ സിസ്റ്റത്തിനൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ S-400 കൂടാതെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ 114 റഫേലിൻ്റെ, അതുപോലെ തന്നെ സ്കാൽപ്പ് ക്രൂയിസ് മിസൈൽ, അതും ഫ്രാൻസിൽ നിന്നാണ്. അതുപോലെ തന്നെ P-8I മാരിടൈം സർവലൻസ്, അത് നമ്മുടെ നേവിക്ക് വേണ്ടിയാണ്, അമേരിക്കയിൽ നിന്നും. അതുപോലെ തന്നെ മറ്റ് ഈ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം, ഈ പറഞ്ഞ S-400 മിസൈൽസ്, അതുപോലെ തന്നെ 2 S-400ൻ്റെ അഡീഷണൽ ആയിട്ടുള്ള അതിന് റെജിമെൻ്റ് എന്നോ ബാറ്ററി എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അതോടെ മേടിക്കാൻ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ തീരുമാനമായിട്ടുണ്ടെങ്കിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ പ്രതിരോധ മേഖലയിലേക്ക് വേണ്ടി എത്ര ആയുധങ്ങൾ വാങ്ങിച്ചാലും നമുക്ക് തികയത്തില്ല. കാരണം ഇപ്പോൾ നമുക്ക് ഇത്രയും ചലഞ്ചാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഭാവിയിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ചലഞ്ചസ് വളരെ അധികം കൂടുതലായിരിക്കും. കാരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും അതിനൊരു ഘടകമാണ്. നമുക്കറിയാം, നമ്മുടെ സാമ്പത്തിക രംഗം വളരുന്നതനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രതിരോധ മേഖലയെ നമുക്ക് കൂടുതൽ ശക്തമാക്കേണ്ടതായിട്ടുണ്ട്. കാരണം കൂടുതൽ ശത്രുത അല്ലെങ്കിൽ കൂടുതൽ ചലഞ്ചസ് നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സാമ്പത്തിക വളർച്ചയെ തടയാനും അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടയിടാനും ഒക്കെ തന്നെ അയൽ രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളോ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങൾ സ്വയമായിട്ട് തന്നെ ഒക്കെ ശ്രമിക്കാറുണ്ട്. അല്ല അതിനപ്പുറത്ത് മറ്റൊന്നും അവർക്ക് നമ്മളെ ആക്രമിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടോ നേടാനൊന്നുമില്ല തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു, എന്താണ് പറയുന്നത്, നമ്പർ വൺ ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റം നമുക്ക് സ്വയം നിർമ്മിക്കാൻ കഴിയുന്നത് വരെ നമുക്ക് ഈ പറഞ്ഞ റഷ്യയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഒക്കെ തന്നെ നമ്മൾ വാങ്ങി നമ്മുടെ സേനയെ കൂടുതൽ സജ്ജമാക്കുകയും കൂടുതൽ ചൈനയും പാകിസ്ഥാനെയും നമുക്ക്
കൗണ്ടർ ചെയ്യാൻ പരുവത്തിലുള്ള ഒരു മിലിറ്ററി എഡ്ജ് നമ്മൾ നിലനിർത്തുക, അല്ലെങ്കിൽ അവരെക്കാളിലും ഒരു പടിയുള്ള മിലിറ്ററി സുപ്പീരിയോറിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും പറഞ്ഞ് നമുക്ക് ടോപ്പിക്കുകൾ അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ.